അടുത്ത ദിവസം ലുവോഷി തെരുവിലൂടെ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി വഴി തടഞ്ഞ് അവനോടൊരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. ജിങ്ഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാണ് അവൾ അപേക്ഷിച്ചത്. തനിക്കതിന് താല്പര്യമില്ല എന്ന് ലുവോഷി പറയുന്നുണ്ടെങ്കിലും അവൾ വഴി മാറാൻ തയ്യാറാവുന്നില്ല. അവസാനം അവളെ ക്രിമിനൽ നിന്ന് മുദ്രകുത്തി കൊല്ലാൻ ലുവോഷി ഓർഡർ നൽകുന്നുണ്ട്. അവൻ്റെ സൈനികർ അതിന് തയ്യാറെടുക്കുന്ന സമയത്ത് അതുവഴി വന്ന ഷെന്തു അവരെ തടയുന്നു. അവൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തെ ലുവോഷിയോട് പറഞ്ഞതുപോലെ ആ കേസിനെ പറ്റി വീണ്ടും അന്വേഷിക്കണമെന്ന് ആ പെൺകുട്ടി അവനോടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ കാര്യം താൻ നോക്കിക്കോളാം എന്ന് ഷെന്തു പറയുന്നതിനാൽ ലുവോഷി അവിടെ നിന്ന് പോകുന്നു. ജിങ്ഷു വർക്ക്ഷോപ്പിലേക്ക് സിൽക്ക് തുണികൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബുക്ക് അവനെ കാണിക്കുന്നു. നേരത്തെ ധരിച്ചിരുന്ന അതേ ഡിസൈനിലുള്ള ഡ്രസ്സ് മറ്റേ പ്രിൻസസിന് കൂടി ഉണ്ടാക്കി നൽകിയെന്ന കുറ്റത്തിനാണല്ലോ ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥരെ ശിക്ഷിച്ചത്. അന്ന് പ്രിൻസ് ഓർഡർ നൽകിയ പേപ്പർ എപ്പോഴും ഓർഡർ നൽകാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പേപ്പറാണിത്. ആരോ എന്തോ കള്ളത്തരം കാണിച്ചതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇത് തെളിവായി ഉപയോഗിച്ച് ജിങ്ഷു വർക്ക്ഷോപ്പ് ഉടമസ്ഥരെ കുറ്റവിമുക്തരാക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെയാണ് ആ പെൺകുട്ടി ഷെന്തുവിനോട് പറഞ്ഞത്. അവൻ പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങി വെച്ചിട്ട് അവളെ തിരിച്ചയക്കാൻ ഏർപ്പാടാക്കുന്നു. അന്ന് തന്നെ തിരികെ പോകണമെന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിലും അവൾ ആ സിറ്റിയിൽ തന്നെ തങ്ങുന്നുണ്ട്. അന്ന് രാത്രി അവൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ആ സമയത്ത് അതുവഴി പട്രോളിങ്ങിന് വന്ന ഇൻസ്പെക്ടർ ഷൂ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. പക്ഷെ അക്രമിയെ പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഷൂ അവളെ ഷെന്തുവിൻ്റെ അടുത്തെത്തിക്കുന്നു. ആ സമയത്ത് യാങ്ഷിങ്ങും അവൻ്റെ ഒപ്പമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കേസിലെ തെളിവുമായി വന്ന ആ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഷെന്തുവിനായിരുന്നു എന്ന രീതിയിൽ ഇൻസ്പെക്ടർ ഷൂ അവനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. സത്യത്തിൽ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റ് തലേ ദിവസം അവളെ സിറ്റിക്ക് പുറത്ത് വരെ സുരക്ഷിതമായി കൊണ്ടാക്കിയതായിരുന്നു. അവൾ വീണ്ടും അവൻ്റെ കണ്ണ് വെട്ടിച്ച് തിരിച്ചു വന്നതാണ്. തന്നെ പ്രൊട്ടക്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അവളും ഷെന്തുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൾ ഇന്നലെ പരസ്യമായി വഴിയിൽ വെച്ച് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി കേസിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അത് അവളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റാണ്. ഇനിയിപ്പോൾ അവളുടെ കുടുംബത്തിന് നേരെ വരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷെന്തു തിരിച്ച് അവളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾക്കും കാര്യങ്ങൾ ബോധ്യമാവുന്നു. അവളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഷെന്തു തൻ്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ പ്രൊട്ടക്ഷനും അവൻ ഏറ്റെടുക്കുന്നു. ഷെന്തു ഇങ്ങനെ സഹായിക്കാമെന്ന് സമ്മതിച്ചതോടെ ആ പെൺകുട്ടി അവന് നന്ദി പറയാവുന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ നൈസായി ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ യാൻഷിങ്ങിന് അവൾ അവൻ്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ യാൻഷിങ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൾ ഇവിടെ വന്നിങ്ങനെ തെളിവുകൾ നൽകി അവതരിപ്പിക്കണമെങ്കിൽ അവൾക്കിതുമായി എന്തെങ്കിലും ബന്ധം കാണണമല്ലോ. ആ ബന്ധം എന്താണ് എന്ന് യാൻഷിങ് അവളോട് ചോദിക്കുന്നു. അത് ചോദിക്കാൻ നീ ആരാണ് എന്ന് ആ പെൺകുട്ടി തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഷെന്തുവിൻ്റെ ഭാര്യയാണ് എന്ന് അവൻ്റെ അസിസ്റ്റൻ്റാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് വലിയ ഷോക്ക് ആയതുപോലെ ആയിരുന്നു. ഇത്രയും നാളും ഷെന്തു അവിവാഹിതനായി തുടരുകയായിരുന്നല്ലോ. അവനെക്കുറിച്ച് അറിയാമായിരുന്നതിനാൽ അവൻ്റെ ഭാര്യ ആവാൻ വേണ്ടി വർഷങ്ങളായി തയ്യാറെടുക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് വീട്ടുകാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി നടത്തേണ്ടത് എന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഞാൻ പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി ഷെന്തുവിനോട് പറയുന്നു. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല താൻ ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് യാൻഷിങ്ങിനെ അറിയിക്കാൻ വേണ്ടി ഷെന്തു തൻ്റെ അസിസ്റ്റന്റിനെ നോക്കുന്നുണ്ട്. അസിസ്റ്റന്റ് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനായി യാൻഷിങ്ങിൻ്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുന്നു. എന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. ഈ സിറ്റിയിലെ ഒരുപാട് പെൺകുട്ടികൾ ഷെന്തുവിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? അത് മാത്രമല്ല 3 മാസം കഴിയുമ്പോൾ അവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന രീതിയിലാണ് യാൻഷിങ് മറുപടി നൽകിയത്. തൻ്റെ കാര്യം എങ്ങനെയായാലും അവൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഷെന്തുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഒന്നുകൂടി വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. യുൻഷിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവൾ സന്തോഷത്തോടെ ഷെന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവൾ വീട്ടിലേക്ക് വരുന്നത് യാൻഷിങ്ങിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എതിർത്തൊന്നും പറയാൻ കഴിയാതെ അവൾ നിസ്സഹായമായി നിൽക്കുകയാണ്. യുൻഷിയെ അന്ന് മുതൽ ഷെന്തുവിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ അവൾ വീടിൻ്റെ അധികാരമൊക്കെ ഏറ്റെടുത്ത് തൻ്റെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്കൊക്കെ അവൾ തന്നെ ഓരോ ജോലികൾ നൽകി അതേപോലെ ചെയ്യിക്കാൻ തുടങ്ങുന്നു. അവിടെയുള്ള ആർക്കും അവളിങ്ങനെ ഭരിക്കാൻ വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ജോലിക്കാരി രാവിലെ തന്നെ ചെന്ന് യാൻഷിങ്ങിനെ വിളിച്ചുണർത്തി അവളിങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. യാൻഷിങ് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് കാര്യസ്ഥൻ യുൻഷിയുമായി തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുൻഷിയെ ഇങ്ങനെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് കാര്യസ്ഥന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറ്റാവുന്ന രീതിയിലൊക്കെ അവളെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു. മാത്രമല്ല ഷെന്തുവാണ് തങ്ങൾക്ക് ശമ്പളം നൽകുന്നത്. അതുകൊണ്ട് ഷെന്തു പറയുന്ന ജോലിയാണ് തങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരെല്ലാം വേറെ ജോലി ചെയ്യാനായി പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് യുൻഷി അവിടുത്തെ അക്കൗണ്ട് ബുക്കുകൾ തന്നെ കാണിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ മാഡം അല്ലാതെ മറ്റാർക്കും ആ ബുക്കുകൾ നൽകില്ല എന്ന് കാര്യസ്ഥൻ തീർത്തു പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് യാൻഷിങ് അങ്ങോട്ടേക്ക് ചെന്നത്. അവളെ കണ്ടപ്പോഴേക്കും കാര്യസ്ഥൻ പെട്ടെന്ന് വലിയ ബഹുമാനത്തോടെ വണങ്ങി നിൽക്കുകയും അത് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ വീട്ടിലെ ജോലിക്കാരും മറ്റ് സ്ത്രീകളുമെല്ലാം അവിടുത്തെ മാഡമായ അവളുടെ മുന്നിൽ ഇങ്ങനെ ബഹുമാനം കാണിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്നു.
തന്നോടാണ് ഇക്കാര്യം പറയുന്നതെന്ന് മനസ്സിലായ യുൻഷിയെ അകത്ത് പോയി യാൻഷിങ്ങിന് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുന്നു. അത് അവൾക്ക് നൽകിയിട്ട് താനും അവളെ റെസ്പെക്ട് ചെയ്യുകയാണ് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒട്ടും ബഹുമാനമൊന്നും കാണിക്കാതെയാണ് അവൾ ചായയൊക്കെ നൽകുന്നത്. എന്നാലും യാൻഷിങ് അത് വാങ്ങുന്നു. ഇവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഷെന്തുവാണ് എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ കാര്യസ്ഥൻ എനിക്കതിന് അനുവാദം നൽകുന്നില്ല എന്ന് യുൻഷി അവളോട് പരാതി പറയുന്നു. യാൻഷിങ്ങിന് പക്ഷേ അവളെ തടയാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവൾ ആവശ്യപ്പെട്ടതുപോലെ അക്കൗണ്ട് ബുക്കുകൾ അവൾക്ക് നൽകാൻ യാൻഷിങ് പറയുന്നു. അത് മാത്രമല്ല, അടുത്ത സീസണിലേക്കുള്ള ബഡ്ജറ്റ് റെഡിയാക്കുന്നതിനുള്ള ഉത്തരവാദിത്തവും യാൻഷിങ് അവളെ തന്നെ ഏൽപ്പിക്കുന്നു. യുൻഷിയെ പോലും ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാര്യസ്ഥനും യാൻഷിങ്ങിനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ യാൻഷിങ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ വീട്ടുകാര്യങ്ങൾ മുഴുവനായി യുൻഷിയെ ഏൽപ്പിക്കുന്നു. അതിനൊക്കെ ശേഷം അവൾ സ്വന്തം റൂമിലെത്തി. അവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാനുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാൻ തയ്യാറെടുക്കുന്നു. പുറമേ പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും യുൻഷി അവിടെ എത്തിയത് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവൾ അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ് എന്നാണ് കാര്യസ്ഥന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവളെ പിന്തിരിപ്പിക്കാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. ഷെന്തു എന്തായാലും അവളെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമതൊരു ഭാര്യയെ സ്വീകരിക്കില്ല. ഇനി അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ ഞങ്ങളാരും രണ്ടാമത്തെ ഭാര്യയ്ക്ക് അവളെക്കാൾ കൂടുതൽ സ്ഥാനം നൽകില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പിണങ്ങി പോകരുത് എന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ നിന്ന് പിണങ്ങി പോവുകയല്ല. എനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കുകളായിരിക്കും. ചിലപ്പോൾ എപ്പോഴും വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളുമായി പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് യാൻഷിങ് തനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുമായി പുറപ്പെടുന്നു. യുൻഷിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം ഷെന്തു ഇതുവരെ അങ്ങോട്ടേക്ക് വന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റാണ് ഇവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ അവനോട് ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അസിസ്റ്റൻറ്റിന് ഇപ്പോൾ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. യാൻഷിങ്ങിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഷെന്തു യുൻഷിയെ വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിച്ചിരുന്നത് എന്നാണ് അസിസ്റ്റൻറ്റ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അവൾ അവിടെ താമസമാക്കിയത് മുതൽ ഷെന്തു അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല. അതുകൊണ്ട് ശരിക്കും അവളോട് അവന് താല്പര്യമുണ്ടോ അതോ ഇല്ലയോ എന്നൊന്നും അസിസ്റ്റൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിനെപ്പറ്റിയൊക്കെ അവൻ ഷെന്തുവിനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായി ഇങ്ങനെ സമയം കണ്ടെത്തുന്നത് എന്ന് ചോദിച്ച് ഷെന്തു അവനെ വഴക്ക് പറയുന്നു. അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റിയും ഷെന്തു അവനോട് ചോദിച്ചറിയുന്നുണ്ട്. അടുത്ത ദിവസം മെയിൻ എക്സാം നടക്കുന്ന സ്ഥലത്തേക്ക് യാൻഷിങ്ങും ചുച്ചുവും കൂടി എത്തുന്നുണ്ട്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ ഷൂ ആണ് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചത്. അവിടെ വെച്ച് ചുച്ചുവിൻ്റെ ബോഡി ഗാർഡായ ജിയാങ്ങിനെ അവർ മീറ്റ് ചെയ്യുന്നു. ജിയാങ് ആണെങ്കിൽ ചുച്ചു പറയുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൻ അവളോട് നല്ല താല്പര്യമുണ്ട് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ചിരിക്കാൻ കുറച്ച് സമയം നൽകാൻ വേണ്ടിയിട്ട് അകത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അവൾ ചുച്ചുവിനെ ജിയാങ്ങിനൊപ്പം പറഞ്ഞയച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആദ്യത്തെ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാമിന് പേര് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പാഞ്ചിയുടെ പേരുണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യുന്നു. അവൻ്റെ പേരുണ്ട്. പക്ഷെ അവൻ ഇതുവരെ എക്സാമിന് എത്തിയിട്ടില്ല എന്നറിഞ്ഞ് അവനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. എക്സാമിന് എത്തിയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിലൊക്കെയാണ് അവൾ പാഞ്ചിയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തിലെങ്ങും അവൾക്ക് അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ എക്സാം എഴുതണ്ടെന്ന് തീരുമാനിച്ച് തിരികെ പോയി കാണുമോ എന്നൊക്കെ ചിന്തിച്ച് അവൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു. മുമ്പ് ആകെ നിരാശനായി മദ്യപിച്ചൊക്കെ സമയം കളഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് യാൻഷിങ് അവനെ കണ്ടിരുന്നല്ലോ. അന്ന് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ എക്സാം എഴുതുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് എക്സാമിന് വന്നത് എന്ന് അവൻ അവളോട് പറയുന്നു. യാൻഷിങ്ങിന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. എക്സാം എഴുതാൻ തീരുമാനിച്ചതിന് അവൾ അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവളുടെ മുഖത്ത് കുറച്ച് ക്ഷീണമുണ്ടായിരുന്നതിനാൽ അവൻ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായി ഷെൻഹുവയുടെ കേസിനെ പറ്റി ഉള്ള അന്വേഷണത്തിലാണ്. അതിനുവേണ്ടി ഫയലുകൾ ചെക്ക് ചെയ്യുകയും മറ്റും ചെയ്യുന്നതുകൊണ്ട് വിശ്രമമൊന്നുമില്ലാതെ ജോലി കൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചത് എന്നൊക്കെ അവൾ പറഞ്ഞത്. ആ കേസിനെ പറ്റി തൻ്റെ അഭിപ്രായം അവൻ അവളോട് പറയുന്നുണ്ട്. ഷെന്തു ഈ സമയം കൊട്ടാരത്തിലെ പഴയ ഡോക്യുമെന്റ്സുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ലൈബ്രറിയിലെത്തി തൻ്റെ അച്ഛൻ്റെ പഴയ ഒരു കത്ത് കണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അവനത് കിട്ടുന്നുണ്ട്. അതിലെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്തപ്പോൾ യാൻഷിങ്ങിൻ്റെ അച്ഛൻ മുമ്പ് അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞത് ശരിയാണ് എന്ന് അവന് മനസ്സിലാവുന്നു. ആദ്യമൊക്കെ അവൻ്റെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിന് ചെറിയ വളവും തിരിമൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ യാൻഷിങ്ങിൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന കത്ത് പരിശോധിച്ചപ്പോൾ അത് സത്യമാണ് എന്ന് അവനും ബോധ്യപ്പെടുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ അച്ഛൻ അത്ര ഡീറ്റെയിൽ ആയി തൻ്റെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പഠിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ഒട്ടും സാധ്യതയില്ല. അതുകൊണ്ട് തൻ്റെ അച്ഛനെ ക്രിമിനൽ ആക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എഴുതിയതുപോലെ കത്ത് എഴുതിയത് മറ്റാരോ ആയിരിക്കണമെന്ന് അവന് മനസ്സിലാവുന്നു. അതിനുശേഷം അവൻ യാൻഷിങ്ങിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അവൻ ചെല്ലുന്ന സമയത്ത് അവൾ പാഞ്ചിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് തന്നെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ തന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് അവൾക്കും ഇഷ്ടപ്പെടുന്നില്ല. കേസ് അന്വേഷണത്തിന് വേണ്ടി എനിക്ക് പലരെയും കാണേണ്ടി വരും, പലയിടത്തും പോവേണ്ടി വരും. അവിടെ നിന്ന് നീ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല എന്ന് അവൾ അവനോട് പറയുന്നു. കേസിൻ്റെ ഭാഗമായിട്ടല്ല അവളെ അന്വേഷിച്ച് വന്നത്. വീട്ടിലെ കാര്യങ്ങൾ ആകെ താറുമാറായിരിക്കുകയാണ്. തൻ്റെ ഭാര്യ എന്ന നിലയിൽ അതൊക്കെ ശരിയായ രീതിയിൽ നടത്തേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഷെന്തു അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പാഞ്ചിക്ക് അവൻ അവളെ അങ്ങനെ കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് എതിർക്കാൻ പറ്റില്ലല്ലോ. ഷെന്തുവും യാൻഷിങ്ങും കൂടി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തും കാര്യസ്ഥൻ യുൻഷുവുമായി തർക്കത്തിലാണ്.
അദ്ദേഹം ഇതുവരെ അവൾക്ക് അക്കൗണ്ട് ബുക്കുകളൊന്നും നൽകാൻ തയ്യാറായിട്ടില്ല. അത് നൽകാൻ വേണ്ടിയിട്ട് അവൾ അദ്ദേഹവുമായി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിലാണ് യുൻഷു സംസാരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്തൊക്കെയാണെങ്കിലും യാൻഷിങ്ങിനെ അല്ലാതെ മറ്റാരെയും ഈ വീട്ടിലെ മാഡമായി കണക്കാക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ കാര്യസ്ഥൻ യാൻഷിങ്ങിന് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യാൻഷിങ്ങിനെയും ഷെന്തുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ കാര്യസ്ഥന് സന്തോഷമാവുന്നു. അദ്ദേഹം തന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എന്തെങ്കിലും ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ അകത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ യുൻഷുവുമായി സംസാരിക്കുന്നു. ഇങ്ങനെ അദ്ദേഹവുമായി വഴക്കുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാനും ഷെന്തു വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് ഭാവിയിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാം. ഇങ്ങനെ വെറുതെ കാര്യസ്ഥനുമായി വഴക്കുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഞാൻ യുൻഷുയോട് പറയുന്നു. അവൾ അതിങ്ങനെ തുറന്നു പറയുമെന്ന് ഷെന്തു തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷെ അവനെപ്പോലെ നല്ലൊരാളെ വിവാഹം കഴിച്ചിട്ട് അവൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് യുൻഷിൻ പറയുന്നത് കേട്ടപ്പോൾ യുൻഷിയെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇനിയും അവളെ അവിടെ നിർത്തിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നതിനാൽ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റ് യുൻഷിയെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യത്തിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചിരുന്നെങ്കിലും ഷെന്തുവിന് ഇപ്പോൾ അതിനോട് ഒട്ടും താല്പര്യമില്ല. അവൻ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണല്ലോ. അക്കാര്യം അവളോട് തുറന്ന് പറയാൻ അവൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പറഞ്ഞത് അവനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും പുറത്ത് താമസിക്കാതെ തിരികെ വീട്ടിലേക്ക് വരണമെന്ന് അവൻ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. പക്ഷേ യാൻഷിങ് വിചാരിച്ചിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റാരെയോ ആണ്. താനിങ്ങനെ പുറത്ത് താമസിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് തിരികെ വരാൻ അവൻ ആവശ്യപ്പെടുന്നതെന്നാണ്. മറ്റുള്ളവരെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഈ കേസിനെ പറ്റിയുള്ള അന്വേഷണം തീർന്നു കഴിയുമ്പോൾ ഉടനെ തിരികെ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷെന്തുവിനാണെങ്കിൽ അവളെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ അവളെ പോകുന്നിടത്തേക്ക് നോക്കി നിൽക്കുന്നു.